Meet the editors. നമസ്കാരം. മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം പോകുന്ന വിഷയം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കേരളത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസം ലഭിച്ച വാർത്തയിലേക്കാണ്. കേന്ദ്രം തടഞ്ഞുവെച്ച 11,800 കോടി ഉൾപ്പെടെ 13,608 കോടി രൂപ ഇന്നു തന്നെ കൈമാറാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. കടമെടുപ്പ് പരിധിയിലെ 15,000 കോടി രൂപയിൽ കേന്ദ്രവും കേരളവും സമവായ ചർച്ച നടത്തണമെന്നുമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അർഹമായ 13,608 കോടി രൂപയാണ് കേരളത്തിന് ലഭിക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതികരിച്ചു. നമ്മുടെ സംസ്ഥാനത്തിന് ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിൻ്റെ ഉൾപ്പെടെ പ്രശ്നമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാവാനും മറ്റു തർക്കങ്ങളൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. ഓരോ സംസ്ഥാനത്തിന്റെയും ബജറ്റ് പരിഗണനകൾ വ്യത്യസ്തമാണെന്നും സംസ്ഥാന ബജറ്റിനെ നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ലെന്നും കേരളത്തിന്റെ വാദം. സംസ്ഥാനത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് ബജറ്റ് പരിഗണനകൾ തീരുമാനിക്കുന്നത് കേന്ദ്രമല്ല, സംസ്ഥാനങ്ങളാണ്. ഇതിനുള്ള ഭരണഘടനാപരമായ അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും കേരളത്തിന്റെ വാദം. കേരളത്തിന്റെ അടിയന്തര ആവശ്യം എന്താണെന്ന് സുപ്രീം കോടതിയുടെ ചോദ്യം. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും പ്രതിസന്ധിയുണ്ടെന്നും കേരളത്തിന്റെ മറുപടി. കേരളത്തിന് സാമ്പത്തിക സഹായം നേടേണ്ട അടിയന്തര സാഹചര്യമുണ്ടെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കേരളത്തിന്റെ ആവശ്യങ്ങൾ ഗൗരവമുള്ളത് എന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി 13,608 കോടി രൂപ ഇന്ന് തന്നെ കൈമാറണമെന്നും കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. കേരളം ക്രച്ചസിലെന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറലിന്റെ പരിഹാസം. ഇത്തവണ സഹായിക്കാം, എന്നും സഹായം ഉണ്ടാവില്ലെന്നും കേരളത്തോട് കേന്ദ്ര സർക്കാർ. സഹായമല്ല, നിയമപരമായ അവകാശമാണ് ചോദിക്കുന്നതെന്ന് കേരളത്തിന്റെ മറുപടി. 13,608 കോടി രൂപയ്ക്ക് പുറത്തുള്ള തുകയിൽ സമവായ ചർച്ച നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കോടതിയിൽ ഹർജിയുണ്ട് എന്നത് മനസ്സിൽ വയ്ക്കാതെ ചർച്ച നടത്തണം. സമവായ ചർച്ച നടക്കുമ്പോൾ പരസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്നും സുപ്രീം കോടതി. 15,000 കോടി രൂപയുടെ കടമെടുപ്പ് പരിധിയിൽ ചർച്ച നടക്കുന്നത് ശുഭകരമായ കാര്യമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ പ്രതികരണം. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസം വിജയിക്കുന്നതിന് വേണ്ടി ഏറ്റവും സഹായകരമായ നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്നതിന് സഹായകരമാണ് ഈ കാര്യം. അതുകൊണ്ട് കോടതി പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാ സംഗതികളും സന്തോഷത്തോടെ വളരെ ശുഭകരമായി തന്നെ ഈ കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ. വിധി കേന്ദ്രത്തിന് തിരിച്ചടിയോ എന്നതാണ് ചോദ്യം. നമുക്കൊപ്പം ഡോക്ടർ അരുൺകുമാർ കൽപ്പറ്റയിൽ നിന്നാണ് ചേരുന്നത് മീറ്റ് ദ എഡിറ്റേഴ്സിൽ. സ്വാഗതം ഡോക്ടർ അരുൺകുമാർ. വിധി കേന്ദ്രത്തിന് തിരിച്ചടിയാണോ അതോ ആശ്വാസമാണോ? താങ്ക് യു സുജയ. വിധി തീർച്ചയായും കേന്ദ്രത്തിന് തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് എന്റെ പക്ഷം. മാത്രവുമല്ല, അത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് തെല്ലൊരാശ്വാസം നൽകുന്നതുമാണ് എന്നാണ് ഞാൻ പ്രാഥമികമായി നിരീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് തിരിച്ചടിയാവുന്നത്? കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞ 2 കാര്യങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നിട്ടുണ്ട്. അതിലൊന്ന്, ഇത്തരമൊരു ഹർജി നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു. 131 അനുസരിച്ച്, ആർട്ടിക്കിൾ അനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു തർക്കം പരിഹരിക്കുന്നതിന് സുപ്രീം കോടതിയിൽ ഒരു സ്യൂട്ട് കേരളം ഫയൽ ചെയ്യുമ്പോൾ അത്തരമൊരു ഹർജി നിലനിൽക്കില്ല എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. പക്ഷേ നിലനിൽക്കും എന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് നിയമപരമാണ്, ഭരണഘടനാപരമാണ്. രണ്ടാമത്തതാണ് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കേരളത്തിന് സാധിച്ചു എന്ന് മാത്രവുമല്ല, ഈ വിഷയത്തിൽ വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 13,608 കോടി രൂപ കേരളത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അത് കേരളത്തിന് നൽകാം എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറയുമ്പോൾ നേരത്തെ ഇതൊരു ഉപാധിയായിട്ട് കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നതാണ്. എങ്ങനെ? കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസുമായി പോയിരിക്കുന്ന ഹർജി പിൻവലിച്ചാൽ 13,608 കോടി രൂപ കേരളത്തിന് നൽകാനുള്ളത് നൽകാം എന്നത് ഉപാധിയാണെങ്കിൽ, ഇന്നതൊരു ഉപാധിയല്ല. ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെ കേന്ദ്രം അത് നൽകാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിലും സുപ്രീം കോടതിയിൽ ഈ കേന്ദ്രത്തിന് ആദ്യത്തെ നിലപാടിൽ നിന്ന് പിൻവലിയേണ്ടി വരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലെ എങ്ങനെയാണ് കേന്ദ്രം സമീപിച്ചിരിക്കുന്നത്? കേന്ദ്രം ഇപ്പോഴും ഇതിനെ കണക്കാക്കുന്നത് കേരളത്തിന് കൊടുക്കാനുള്ള ഔദാര്യമായിട്ടും സഹായമായിട്ടുമാണ്. എന്നാൽ കേരളം ആവശ്യപ്പെടുന്നത് ഔദാര്യമല്ല എന്നുള്ളത് സുപ്രീം കോടതിയിൽ പറയാൻ ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
ഇവിടെയാണ് ഇതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ നേരത്തെ ഫയൽ ചെയ്തിരിക്കുന്ന പെറ്റീഷനിൽ പറയുന്നത് വളരെ ഗുരുതരമായ ഭരണഘടനാ ലംഘനം ഈ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണ് 1994 എസാർ ബൊമ്മെ കേസ് മുതൽ ഇങ്ങോട്ട് ഫെഡറലിസത്തിൽ സ്റ്റേറ്റിന്റെ അവിഭാജ്യ ഘടകം എന്താണെന്നും ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ ഫിസ്ക്കൽ ഫെഡറലിസം വഴി കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം എങ്ങനെ സഹകരണാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണമെന്നും വിവിധ റൂളിംഗുകൾ ഉള്ളതാണ്. നമ്മളുടെ ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റിന്റെ ബഡ്ജറ്റ് ഓട്ടോണോമിയെ കവർന്നെടുക്കുന്നതൊന്നും പാടില്ല എന്നുള്ള റൂളിംഗുകളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 193 അനുസരിച്ച് സ്റ്റേറ്റിന് കടമെടുക്കുന്ന പരിധി അതിലേക്ക് കേന്ദ്രത്തിന് കടന്നു കയറാൻ കഴിയില്ല. സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസ് ഉള്ള ഒരു മേഖലയാണ് സ്റ്റേറ്റിന്റെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 202 പ്രകാരം. മാത്രമല്ല ആർട്ടിക്കിൾ 246 പ്രകാരം സ്റ്റേറ്റിന്റെ ഡെപ്റ്റിനെ കുറിച്ചുള്ള നിർവചനത്തെ തന്നെ റദ്ദ് ചെയ്യുന്ന രീതിയിലാണ് FRBM ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിൽ 2018 ഭേദഗതി കൊണ്ടുവന്നത്. അവിടെ ജനറൽ ഗവൺമെന്റ് ബോറോയിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരികയും ഈ ജനറൽ ഗവൺമെന്റ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരികയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള കടമെടുക്കാനുള്ള വായ്പ എടുക്കാനുള്ള അവകാശത്തെ ഹിംസിക്കുന്നതാണ്, അതിനെ വയലേറ്റ് ചെയ്യുന്നതാണ് എന്നതായിരുന്നു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം. അതായത് ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ സ്റ്റേറ്റിന്റെ കടമെടുപ്പിനെ കേന്ദ്രം ഇടപെട്ടുകൊണ്ട് ഞെരുക്കുന്നു എന്ന വാദത്തെ സാധൂകരിക്കുന്നതാണ് നമ്മളുടെ ഇന്നത്തെ പെറ്റീഷൻ എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന നിരീക്ഷണം അതാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് പറയുമ്പോൾ ഈ FRBM ആക്ടിന്റെ 2018 വരുത്തിയ ഭേദഗതിയിലൂടെ കേരള സംസ്ഥാനത്തിന്റെ കടമെടുക്കാനുള്ള അവകാശത്തിന്മേൽ കേന്ദ്രം കടന്നു കയറി എന്ന വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണ് എന്നതാണ് എന്റെ പക്ഷം. അത് സർക്കാരിനും തീർച്ചയായിട്ടും ആശ്വസിക്കാം. മാത്രമല്ല ഇതൊരു വലിയ ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി ബാധകമാകാൻ പോകുന്ന ഒരു സുപ്രീം കോടതി റൂളിംഗിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇനിയും വ്യക്തത വന്നിട്ടില്ലാത്ത 2 മേഖലകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് നമ്മളുടെ വായ്പാ പരിധി എത്രയായിരിക്കണം, അത് നിശ്ചയിക്കാനുള്ള അവകാശം ആർക്കാണ്. നമ്മുടെ ഭരണഘടനയിലെ നേരത്തെ സൂചിപ്പിച്ച ആർട്ടിക്കിൾ 246 പ്രകാരം 7th ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നതിനെ പൂർണ്ണമായിട്ടും മാനേജ് ചെയ്യാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കായിരിക്കെ അതിന്മേലൊരു വായ്പാ പരിധി നിശ്ചയിക്കാൻ കേന്ദ്രത്തിന് കഴിയുമോ എന്നതായിരുന്നു ചോദ്യം. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ മൊത്തം GSDP എന്ന് പറയുന്നത് 10,81,412 കോടിയാണ്. അതിൽ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് 3.5% നമ്മുടെ ഡെപ്റ്റ് നിൽക്കണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 32,412 കോടി നമുക്ക് വായ്പ എടുക്കാം. എന്നാൽ ഇവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് തന്ത്രപരമായ ഇടപെടൽ 2022 നടത്തിയത്. എന്താണ് ഇടപെടൽ? നമ്മുടെ കിഫ്ബിയെയും പെൻഷൻ ഫണ്ടിനെയും വായ്പാ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ നമ്മളുടെ വായ്പാ പരിധി 21,882 ആക്കി ചുരുക്കുകയും ചെയ്തു. അത് വലിയ നഷ്ടം നമുക്കുണ്ടാക്കി. 12,000 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാക്കി കേരളത്തിന് എന്നുള്ളതാണ് കേരളത്തിന്റെ വാദം. അതിനെ തുടർന്നാണ് ഇപ്പോൾ കേരളം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് പ്രകാരം ഇനിയൊരു 24,000 കോടി രൂപ കൂടി കേരളത്തിന് ലഭിക്കാനുണ്ട്. ഇത് കിട്ടുകയാണെങ്കിൽ മുഴുവൻ പെൻഷനും നമുക്ക് കൊടുത്തു തീർക്കാൻ കഴിയും. 7 മാസത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് കേവലം 900 കോടി വെച്ചാണെങ്കിൽ പോലും 6,300 കോടി രൂപ കിട്ടിയാൽ 7 മാസത്തെയും കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർക്കാൻ സാധിക്കും. മറ്റ് ലയബിലിറ്റികളുണ്ട്. ആ ലയബിലിറ്റികൾ പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ കഴിയില്ലെങ്കിലും ഏകദേശം 24,000 കോടി രൂപയോളം വേണം ഇനി മറ്റ് ലയബിലിറ്റികൾ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ, DA കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി. അപ്പോൾ ഈ വിധി കൊണ്ട് 2 കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, കേരളം എന്താണോ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, കേന്ദ്രം കേരളത്തെ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഫിസ്ക്കൽ ഓട്ടോണമിയെ ഞെരുക്കത്തക്ക രീതിയിൽ ഇടപെട്ടിരിക്കുന്നു FRBM ആക്ടിന്റെ ഭേദഗതിയിലൂടെ എന്നുള്ളത് കോടതി തത്വത്തിൽ അംഗീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനനുകൂലമായൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. രണ്ടാമത്, നേരത്തെ ഉപാധി വെച്ച 13,208 കോടി രൂപ കേരളത്തിന് നൽകാൻ കേന്ദ്രം തീരുമാനിക്കാൻ ഇടയാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മാത്രമല്ല കേരളത്തിന് ആശ്വാസകരമായി തീരുന്നൊരു ഘട്ടം എന്ന് പറയുന്നത്, സുജയ്ക്ക് അറിയാവുന്നതുപോലെ നമ്മളുടെ സംസ്ഥാനം അതിഭീകരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാൻ ഇനി 8 ദിവസങ്ങൾ കൂടി ഓവർ ഡ്രാഫ്റ്റിൽ ഈ സംസ്ഥാനമായാൽ ട്രഷറി പൂട്ടുന്ന അവസ്ഥയിലാണ്. കാരണം ഒരു സാമ്പത്തിക പാദത്തിൽ 32 ദിവസങ്ങൾ മാത്രമേ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് പോകാൻ കഴിയൂ ആ സ്റ്റേറ്റിന്. ഇപ്പോൾ തന്നെ 24 ദിവസങ്ങൾ നമ്മുടെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലായി. ഇനി സാമ്പത്തിക പാദം അവസാനിക്കാൻ 3 ആഴ്ചകൾ കൂടി ബാക്കി നിൽക്കെ
ഇനി 8 ദിവസങ്ങൾ കൂടി നമ്മുടെ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലായാൽ ട്രഷറി അടച്ചുപൂട്ടുന്ന അവസ്ഥയുണ്ടാകും. ആ അടച്ചുപൂട്ടുന്ന അവസ്ഥ ഇപ്പോൾ ഈ 13,208 കോടി രൂപ ഇന്ന് നമ്മുടെ സ്റ്റേറ്റ് അക്കൗണ്ടിലേക്ക് പണം എത്തുന്നതോടുകൂടി ഒഴിവാക്കാനാകും. അത് സ്റ്റേറ്റിന് വലിയ രീതിയിലുള്ള ആശ്വാസം നൽകുന്നതുമാണ്. വളരെ പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക എമർജൻസിയിൽ നിന്ന് കേരളത്തെ കടകയറ്റാൻ സാധിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് ചുരുങ്ങിയത് 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകാൻ ഈ 13,208 കോടി രൂപയിൽ നിന്ന് 1,800 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് അത് നിർവഹിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണ്, 2 സ്റ്റേറ്റിന് ആശ്വാസമാണ്, 3 തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ LDF-ന് 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാനുള്ള കാശ് ഇതിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുമെന്നുള്ളത് രാഷ്ട്രീയമായി LDF-നും ഒരു ഗുണകരമായ ഒരു തീരുമാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുജയ. ഓക്കെ, ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ നികേഷ് സാർ, സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായി ആവശ്യപ്പെട്ട തുകയിലേക്ക് എത്തുന്നത് വരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു അല്ലേ? ഓക്കെ, ഇത് ഒരു സംസ്ഥാനത്തിനൊരു ആശ്വാസം എന്ന ആ ഒരു പോയിന്റിൽ ഞാൻ തൊടുന്നേയില്ല. കാരണം ഇത് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് BJP-യുടെ ഭരണകാലഘട്ടത്തിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നത് സംബന്ധിച്ച വഴിവെട്ടലാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗവർണർക്കെതിരായിട്ടുള്ള ബില്ലുകൾ വൈകിപ്പിക്കുന്ന കാര്യത്തിൽ, അല്ലെ ഗവർണർ ബില്ലുകൾ വൈകിപ്പിക്കുന്ന കാര്യത്തിനകത്ത്, സാമ്പത്തികമായി ഞെരുക്കുന്ന കാര്യത്തിനകത്ത്, അപ്പോൾ ഇതിലൊക്കെ തന്നെയും കേരളം മാതൃകാപരമായിട്ടാണ്. അതായത് നമുക്ക് കേന്ദ്ര സർക്കാരുമായി തർക്കമുണ്ട് എങ്കിൽ സുപ്രീം കോടതി ഭരണഘടനയുടെ 131 അനുച്ഛേദം അനുസരിച്ച് സുപ്രീം കോടതിയിൽ പോവുക എന്നുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അക്കാര്യത്തിൽ നമ്മൾ 2 കാര്യത്തിനകത്തും നമ്മുടെ ഹർജികളെടുത്ത് തൊട്ടിക്കളയല്ല ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹർജിയിൽ വളരെ പോസിറ്റീവായ രീതിയിൽ സുപ്രീം കോടതി പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ അനുകൂലമായിട്ട് ഇത്ര കോടി രൂപ എടുത്തോളാൻ സുപ്രീം കോടതി പറയുകയല്ല ചെയ്തിട്ടുള്ളത്. നമ്മുടെ അവകാശം അവിടെയുണ്ട്, ആ അവകാശം നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളം മാതൃകാപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം, ഈ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകത്തിൽ DK ശിവകുമാറിൻ്റെ സഹോദരൻ DK സുരേഷ് MP അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ സംസ്ഥാനങ്ങളെ ഞെരുക്കുകയാണ് എങ്കിൽ ദക്ഷിണേന്ത്യ സ്വതന്ത്ര രാജ്യമാകേണ്ടി വരും എന്നുള്ളതാണ്. പണ്ട് R ബാലകൃഷ്ണപിള്ള ഇതിൻ്റെ ഒരു പകുതി പറഞ്ഞതിനാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നിട്ടുള്ളത്. രാജ്യവിരുദ്ധ പ്രസ്താവനയാണെന്ന് അവിടുത്തെ BJP ഇതിനകം പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയിലല്ല യഥാർത്ഥത്തിൽ കേരളം പോയിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവും ഈ നിലയിലോ അല്ലെങ്കിൽ ഇതോട് അടുത്തതായിട്ടുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. പകരം 131 അനുസരിച്ച് നമ്മൾ ഈ വിഷയത്തെ ഭരണഘടനാനുസൃതമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്റ്റേറ്റിൻ്റെ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. കോടതിക്ക് കേരളം ഉന്നയിച്ച വാദങ്ങൾ ബോധ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാദത്തിൽ കഴമ്പില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നിശ്ചിതമായ വിമർശനം സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. പ്രത്യേകിച്ച് ഇത് നമ്മൾ കടമെടുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. കടമെടുക്കുന്ന കാര്യത്തിനകത്ത് നമ്മൾ അധികാര പരിധി കടന്നിട്ടാണ് പോകുന്നതെങ്കിൽ സുപ്രീം കോടതി നമ്മളെ ശ്രീലങ്കയെന്നോ അല്ലെങ്കിൽ കടബാധ്യതയിൽ മുങ്ങിത്താണ പല രാജ്യങ്ങളെയും താരതമ്യം ചെയ്ത് മുമ്പ് പ്രധാനമന്ത്രി നടത്തിയതുപോലെ പരാമർശങ്ങൾ നടത്താനുള്ള സ്കോപ്പ് അവർക്കുണ്ടാവുമായിരുന്നു. നമ്മുടെ ആവശ്യം എന്താണ്? GDP-യുടെ 3.5% മുൻവർഷങ്ങളിൽ കടമെടുക്കാൻ ബാക്കിയുള്ള തുകയും ചേർത്ത് നമ്മുടെ അവകാശം, അത് ഇപ്പോൾ അനുവദിച്ച തുക മാത്രമല്ല 24,434 കോടി രൂപ കൂടി നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം നടത്തുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആ കാര്യത്തിൽ സുപ്രീം കോടതി വളരെ പോസിറ്റീവായി പ്രതികരിച്ചിരിക്കുന്നു. മാത്രമല്ല ഇതിനകത്ത് സാധാരണഗതിയിൽ സുജിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വിധി വേണ്ട എന്നൊരു കക്ഷി കോടതിയിൽ ആവശ്യപ്പെടുമ്പോൾ ഡിഫെൻസീവിലാവുന്ന കക്ഷിയാണ് എപ്പോഴും ആവശ്യപ്പെടുക. ഇന്ന് കേന്ദ്ര സർക്കാരാണ് നിർഭാഗ്യവശാൽ വിധി വേണ്ട, അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു പ്രേരണയാകും എന്ന് പറഞ്ഞ് തടിതപ്പിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, BJP ഭരണകാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ച വഴിവെട്ടലാണ് യഥാർത്ഥത്തിൽ കേരളം നിർവഹിച്ചിട്ടുള്ളത്. ബാക്കി ഞാൻ ചർച്ച വരുമ്പോൾ പറഞ്ഞോളാം. ഉണ്ണി സാർ, കേന്ദ്രത്തിനെതിരെ ഹർജി നൽകാൻ ഒരു സംസ്ഥാനത്തിന് കഴിയുമോ ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ? അതടക്കം പരിശോധിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി മാറുകയാണോ ഇത്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്,
നിശ്ചയമായിട്ടും നമ്മുടെ ഈ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ ഒരു ഇടക്കാല ആശ്വാസമാണ് ഈ വിധിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 13,608 കോടി രൂപ നമ്മുടെ ഖജനാവിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കടന്നു പോകുന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഏതാണ്ട് 6,000 കോടി രൂപ പ്രതിമാസം നമുക്ക് ശമ്പളമായും പെൻഷനായും മാത്രം നൽകണം. ഇപ്പോൾ ഒരു വലിയ വിഭാഗത്തിന് ശമ്പളം കിട്ടിയിട്ടില്ല, കിട്ടുന്നവർക്ക് തന്നെ പൂർണ്ണമായും അത് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അതുപോലെ തന്നെ കരാർ കുടിശ്ശികക്കാരുണ്ട്, ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്, ബാങ്ക് വായ്പകൾ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതുണ്ട്, പ്ലാൻ ഫണ്ടിലേക്ക് പൈസ കൊടുക്കേണ്ടതുണ്ട്. ഒരു വലിയ തുക ഏതാണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 35,000 കോടി രൂപയോളം ആവശ്യമായിട്ട് തന്നെയുണ്ട് ഈ വർഷം അവസാനിക്കുമ്പോൾ. അപ്പോഴാണ് ഈ 13,608 കോടി രൂപ നമ്മുടെ ഖജനാവിലേക്ക് വരുന്നത്. തുടർന്ന് 15,000 കോടി രൂപ കൂടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച ചർച്ച നടക്കുന്നു. ചിലപ്പോൾ അനുകൂലമായൊരു തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടായേക്കാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് കരകയറാൻ കഴിയും. ഇതാണ് ആദ്യത്തെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. അത് സുപ്രീം കോടതി ഇന്ന് ഫെസിലിറ്റേറ്റ് ചെയ്തു എന്നുള്ളതിന് കേരളീയരായ നമുക്കെല്ലാവർക്കും സുപ്രീം കോടതിയോടൊരു കടപ്പാട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ അരുണും നികേഷും സൂചിപ്പിച്ചതുപോലെ ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് കേരളം ഇന്ന് വളരെ നിർണായകമായൊരു ചുവടുവെപ്പ് വെക്കാൻ സുപ്രീം കോടതിയിൽ അതിനൊരു വഴിയൊരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ആർട്ടിക്കിൾ 131 പ്രകാരമാണ് നമ്മൾ പോയിരിക്കുന്നത് കോടതിയിലേക്ക്. അങ്ങനെ പോകുമ്പോൾ കേന്ദ്രത്തിൻ്റെ നിലപാടുകൾക്കെതിരെ ഒരു സംസ്ഥാനത്തിന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നമ്മുടെ ഭരണഘടനാപരമായ അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പോയത്. എന്നാൽ ആ പോയ സമയത്ത് കോടതി തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പരിഹരിക്കൂ. അതിൻ പ്രകാരം നമ്മളൊരു ചർച്ച നടത്തിയിരുന്നു അല്ലേ. ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ നേരിട്ട് പോയിട്ട് ഡൽഹിയിൽ ആ ചർച്ച നടത്തി. അപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്? കേന്ദ്ര സർക്കാർ ഒരു ഉപാധി മുന്നോട്ട് വയ്ക്കുക, നിങ്ങൾ കോടതിയിൽ നിന്ന് ഈ കേസ് പിൻവലിച്ചിട്ട് വരൂ, അപ്പോൾ ഞങ്ങൾ ഈ 13,608 കോടി രൂപ തരാം. ഇത് കേന്ദ്ര സർക്കാർ വയ്ക്കുന്നൊരു ഉപാധിയാണ്. സാധാരണ ഈ അതിർത്തി തർക്കമൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താൽ ഈ അതിർത്തി അപ്പുറത്തുള്ള ആൾ പറയുമല്ലോ ആ കേസ് പിൻവലിച്ചിട്ട് വന്നാൽ നമുക്ക് ഇതങ്ങ് സെറ്റിൽ ചെയ്യാമെന്ന് പറയുന്നത് പോലെ ഇതൊരു ജന്മി കുടിയാൻ ബന്ധമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ അടിയാളനെ പോലെ നിൽക്കുന്ന ഒന്നല്ല നമ്മുടെ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു ഫെഡറൽ നേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു മുകളിലൊരു അധികാരിയും അതിന് താഴെ കുറേ കുടിയാന്മാരും എന്ന രീതിയിൽ നമ്മളെ നോക്കണ്ട, സംസ്ഥാനങ്ങളെ ഒന്നും തന്നെ നോക്കണ്ട. അപ്പോൾ ആ കാര്യത്തിലൊരു വ്യക്തത ഇന്ന് സുപ്രീം കോടതി വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് എന്താണ് അറ്റോർണി ജനറൽ അവിടെ പറഞ്ഞത് ഈ കേസിനകത്തൊരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം പ്രീസിഡൻ്റ് ആകുമെന്നുള്ളത് മാത്രമല്ല അത് പൊളിറ്റിക്കലി ഉപയോഗിക്കപ്പെടും എന്നുള്ളതാണ്. എന്താണ് കേന്ദ്ര സർക്കാർ ഈ പൊളിറ്റിക്കലി ഉപയോഗിക്കപ്പെടും എന്ന് പറയുന്നത്, രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടും എന്ന് പറയുന്നത് നമ്മളിന്ന് ചോദിച്ച ചോദ്യമാണ്. കേന്ദ്രത്തിന് തിരിച്ചടിയോ? ഇപ്പോൾ ഒരു ഉത്തരവ് വന്നിരുന്നുവെങ്കിൽ നാളെ എല്ലാ പത്രങ്ങളും കേന്ദ്രത്തിന് തിരിച്ചടി എന്ന് പറഞ്ഞ് തന്നെ എഴുതും, നമ്മുടെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും അങ്ങനെ തന്നെ എഴുതും. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകേണ്ട. ഇപ്പോൾ ഈ ഇലക്ഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് വലിയൊരു വിജയം സംസ്ഥാന സർക്കാരിന് വരികയാണെങ്കിൽ ആ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിയും കേരളത്തിലൂടെ മത്സരിക്കുന്നുണ്ട്. അപ്പം കേന്ദ്രം കേരളത്തോട് അവഗണന കാണിച്ചു എന്നും ആ അവഗണനയ്ക്കെതിരായി സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നും വന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ സാധ്യതകളെ അത് വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു ഇടക്കാല ഉത്തരവ് വേണ്ട എന്ന് അവിടെ ആവശ്യപ്പെടുന്നത്. എന്നിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതിയിൽ നിന്ന് ചോദിച്ച 2-3 കാര്യങ്ങൾ വളരെ സുപ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിലെ എതിരായിട്ടൊരു നിലപാടുണ്ട് എങ്കിൽ അതുമായി കോടതിയിൽ വന്നുകൂടാത്തത്? അവർക്കതിന് വരാനുള്ള അവകാശമുണ്ട് എന്ന് കോടതി പറയുമ്പോൾ നമ്മുടെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു വലിയ ഭരണഘടനാ തത്വം ഉയർത്തിപ്പിടിക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അതാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ഇപ്പോൾ ഈ 13,608 കോടി രൂപ അന്യഥ അവർ കൊടുക്കാൻ തീരുമാനിച്ചൊരു പൈസയാണ്. അതിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം അതങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് സുപ്രീം കോടതി ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരാണ്. ഏറ്റവും അവസാനം ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? അൺകോൺസ്റ്റിറ്റ്യൂഷണലായ ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്നാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിധി വരുന്നത്. ഇവിടെ എന്താണ് സാമ്പത്തികമായിട്ട് മറ്റ് ഈ സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കാൻ പാടില്ല. ഇനി അത്തരത്തിൽ എന്തെങ്കിലും വിവേചനം അനുഭവിക്കുന്നു എന്നൊരു സംസ്ഥാനത്തോട് തോന്നിയാൽ അവർക്ക് സുപ്രീം കോടതിയിലേക്ക് വരാനുള്ള അവകാശമുണ്ട്. സുപ്രീം കോടതി അത് കേൾക്കും, അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നു. സുപ്രീം കോടതി ഏകകണ്ഠനാ ബെഞ്ച് പറയുകയാണ് അത് നിശ്ചയമായും കേന്ദ്ര സർക്കാരിനുള്ളൊരു താക്കീതാണ്. കാരണം വളരെ ശക്തമായ ആക്ഷേപങ്ങൾ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാരിനൊരു വിവേചനമുണ്ട് എന്ന് വിവിധ സംസ്ഥാനങ്ങൾ, കേരളം മാത്രമല്ല കേട്ടോ ഇത് പറയുന്നത്, കേരളം മാത്രമല്ല പറയുന്നത്, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു, ഗ്രാൻഡ് അനുവദിക്കുന്നതിനകത്ത് തടസ്സങ്ങൾ കൊണ്ടുവരുന്നു, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പം നമുക്കറിയാമല്ലോ ഏതാണ്ട് 7 ലക്ഷം കോടി രൂപയോളമാണ് സെസ്സും സർചാർജും വഴി സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കേന്ദ്രം പിരിച്ചുകൊണ്ട് പോകുന്നത്. ഇത് നോൺ പ്ലാൻ ഫണ്ട് വഴിയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
പ്ലാൻ ഫണ്ട് ബഡ്ജറ്റിൽ വരുന്നതാണ്, അത് അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. നോൺ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പൈസ ആർക്കൊക്കെ കൊടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് തന്നെ തീരുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ വിവിധ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ഒരു നല്ല ഓഹരി നമുക്ക് കിട്ടുന്നില്ല, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും കിട്ടേണ്ട അവകാശം പല തരത്തിൽ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് വരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു വളരെ നിർണായകമായ വിധി വന്നിരിക്കുന്നത്. ആ വിധി വളരെ പ്രസക്തമായ വിധിയാണ്. ഇതുകൊണ്ടൊന്നും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അവസാനിക്കില്ല എന്ന കാര്യം വ്യക്തമാണെങ്കിൽ കൂടിയും ഇന്നത്തത് ഭരണഘടനാ തത്വം ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സുപ്രധാനമായ സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ്, വിധിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഒരു ഇടപെടലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിശ്ചയമായും കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് കോടതി പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായി തന്നെ മൂന്ന് പേരും പറഞ്ഞു കഴിഞ്ഞു. 13,608 കോടി രൂപ അത് കിട്ടുന്നത് ആശ്വാസം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഈ ഒരു സ്യൂട്ട് ഹർജിയുമായി കേരളം പോയത് ഇങ്ങനെയൊരു ആവശ്യം മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഒരു അടിയന്തര സ്വഭാവം എന്താണ് എന്നുള്ളത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പെൻഷൻ അടക്കം മുടങ്ങിക്കിടക്കുന്ന, ഒന്നിനും കയ്യിൽ കാശില്ലാതെ, ഖജനാവിൽ ഒന്നുമില്ല, ട്രഷറിയിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെയൊരു തീരുമാനം വരേണ്ടിയിരുന്നു, അത് അത്യന്താപേക്ഷിതമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. ആ ചർച്ചകൾ നടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചകൾ നടക്കുമ്പോൾ കേന്ദ്രത്തിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വിവാദ പ്രസ്താവനകൾ നടത്തരുത്. അതായത് ഞങ്ങൾ ചോദിച്ചു, വാങ്ങി, തിരിച്ചടിച്ചു, കിട്ടി, അങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും വരാത്തത് കോടതിയിൽ നിന്ന് ആ നിർദ്ദേശം വന്നതുകൊണ്ട് കൂടിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് സമയമാണ്. നേരത്തെ നികേഷ് സാർ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ തെരഞ്ഞെടുപ്പ് സമയമാണ്. അപ്പോൾ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിനാവശ്യമായ പണം ഞങ്ങൾ പൊരുതി നേടി, ഞങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ വേളയിൽ പ്രസ്താവനകൾ നടത്താൻ കഴിയില്ല എന്നത്, ഈ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ എല്ലാവരും പ്രസ്താവനകൾ നടത്താറുണ്ടല്ലോ എന്നാണ് കപിൽ സിബൽ പറഞ്ഞത്. അപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ തന്നെ പറഞ്ഞു കേന്ദ്രത്തിൽ ആരും പ്രസ്താവനകൾ നടത്താറില്ല എന്ന്. ആർ വെങ്കിട്ടരമണിയും എൻ വെങ്കിട്ടരാമനുമാണ് ഹാജരായത്. ഇനി ഇതിൽ കോടതിയിൽ നടന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റിസ് കാന്ത് ചോദിക്കുന്നുണ്ട്. അതായത് കപിൽ സിബൽ, സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ, സംസ്ഥാനത്ത് ദർ ഈസ് സം എമർജൻസി ഇൻ ദ സ്റ്റേറ്റ്, വി നീഡ് സം ബ്രീത്തർ, നമുക്കൊരു ആശ്വാസം വേണ്ടിയിരിക്കുന്നു, എങ്ങനെയാണ് കേരളത്തെ കേന്ദ്രം ഞെരുക്കിയിട്ടിരിക്കുന്നത്, മുൻ സംസ്ഥാനങ്ങളുടെ ഒന്നും പ്രിസിഡൻസ് ഒന്നും ചൂണ്ടിക്കാട്ടാനില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയതിനു ശേഷം കോർട്ട് റൂമിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യം അതായിരുന്നു. ജസ്റ്റിസ് കാന്ത് ചോദിക്കുകയാണ്, ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ച ചോദ്യം, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് എമർജൻസി? അതിന് സിബൽ പറയുന്നു, വി കാൺ പേ ഔട്ട് ദ പബ്ലിക് ഫണ്ട്സ്. അപ്പോൾ ജസ്റ്റിസ് കാന്ത് ചോദിക്കുകയാണ്, ശമ്പളമാണോ? കാരണം ശമ്പളം മുടങ്ങിക്കിടക്കുന്നത്, കേരളത്തിലെ ശമ്പളം മുടങ്ങിയത് അല്ലെങ്കിൽ മുഴുവൻ എടുക്കാൻ കഴിയാത്തതൊക്കെ ദേശീയ തലത്തിൽ തന്നെ വാർത്തയായതാണ്. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതുമാണ്. അപ്പോൾ സാലറി ആണോ എന്ന് ചോദിക്കുമ്പോൾ സിബൽ പറയുന്നു, സാലറി വി ക്യാൻ പേ ബട്ട് നോട്ട് അതർ അലവൻസസ്, പെൻഷൻ, ഡിയർനെസ് അലവൻസ്, its ultimate impact, it's a few months away. There is a critical overdraft position and if we miss 2 Tuesdays we can't get any money from the Reserve Bank of India എന്ന് പറഞ്ഞുകൊണ്ട് കേരളം നേരിടുന്ന ധനപ്രതിസന്ധിയും കോടതിയിലെ ഈ വാദത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെയല്ലാതെ മറ്റൊരു തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. പിന്നെ ജസ്റ്റിസ് കാന്ത് ഇക്കാര്യത്തിൽ എടുത്തു പറയുന്നുണ്ട്, കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട കൺസേണായി കേന്ദ്രം പറയുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട് ജസ്റ്റിസ് സൂര്യകാന്ത്. അതായത് പല സംസ്ഥാനങ്ങളും ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിനിലാണ്, ഫ്രീ ബീസ് എന്ന പേരിൽ. അതും ജസ്റ്റിസ് കാന്തിൻ്റെ ഈ കോടതി മുറിയിൽ നടന്ന വാദത്തിലെ നിരീക്ഷണങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പാർട്ട് ഓഫ് ദിയർ കൺസേൺ ഈസ് ദാറ്റ് മെനി സ്റ്റേറ്റ്സ് ആർ ഇൻഡൾജിങ് ഇൻ ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിൻ ഇൻ ദ നെയിം ഓഫ് ഫ്രീ ബീസ്. അപ്പോൾ സിബൽ അതിനെ എതിർത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് അതിലെ ചോദ്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഈ സ്യൂട്ട് വിത്ഡ്രോ ചെയ്യണം, അതായത് ഹർജി പിൻവലിക്കണമെന്ന ഉപാധി വെക്കാൻ പാടില്ല. പക്ഷേ അതിനുള്ളിൽ പറയുന്ന മറ്റു കാര്യങ്ങളുണ്ട്. അതായത് ഹർജി പിൻവലിക്കുന്നത് ഒഴികെയുള്ള മറ്റ് ഉപാധികൾ ഈ ചർച്ചയിൽ വെക്കാം എന്നുകൂടി ഇന്നത്തെ വാദത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കോടതി മുറിയിലെ വാദത്തിൻ്റെ പൂർണ്ണരൂപം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുക. അതായത് സിബൽ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് ബ്രീച്ച് ചെയ്യില്ല എന്ന ഒരു ഉറപ്പ് കൂടി കൊടുത്തു കഴിയുമ്പോഴാണ് അനുകൂലമായ ഒരു തീരുമാനം വരുന്നത്. അനുകൂലമായ തീരുമാനം കേരളത്തിന് ആവശ്യമായിരുന്നു. പക്ഷേ പൂർണ്ണമായും കേന്ദ്രത്തിന് തിരിച്ചടി എന്ന് പറയണം എങ്കിൽ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരണം. ഇപ്പോൾ ആവശ്യപ്പെട്ട തുക പൂർണ്ണമായി കിട്ടുകയും കോടതിയിൽ നിന്നുള്ള കൂടുതൽ കമൻസ് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് എന്ന്, ശമ്പളം മാത്രമല്ല മറ്റു കാര്യങ്ങൾ കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു നീതി തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായതെന്നാണ് എൻ്റെ പ്രാഥമികമായ അഭിപ്രായം. നോക്കൂ, ഇതിനകത്ത് ഈ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ സൂട്ട് പിൻവലിക്കണമെന്ന
കേന്ദ്രത്തിൻ്റെ ആ ഒരു ഉപാധി അതിനെ സുപ്രീം കോടതി വളരെ നിശ്ചിതമായി വിമർശിച്ചത് നമ്മൾ കാണേണ്ടതുണ്ട്. 131 പ്രകാരം കേരളത്തിന് സ്റ്റേറ്റ്സിന് ഭരണഘടനാനുസൃതമായി ലഭിച്ചിട്ടുള്ള അവകാശം, ആ അവകാശം ഒരു നിഷേധിക്കുക ഒരു ഉപാധിയാക്കി വെക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അത് അവർ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണല്ലോ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, കപിൽ സിബൽ കേരളത്തിന് വേണ്ടി വാദിച്ച കപിൽ സിബൽ അടുത്ത തിങ്കളാഴ്ച കേസ് ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കപിൽ സിബലിനത് മെൻഷൻ ചെയ്യാനുള്ള ലിബർട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച ചർച്ച നടക്കുന്നു. തിങ്കളാഴ്ച തന്നെ നമ്മളത് മെൻഷൻ ചെയ്ത് ഈ വിഷയത്തിൽ ഒരിക്കൽ കൂടി നമ്മളുടെ, അതായത് വെള്ളിയാഴ്ച നടന്ന ചർച്ചയുടെ റിസൾട്ട് എന്താണോ അത് സുപ്രീം കോടതിയെ അറിയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ 1, 2 ഇപ്പോൾ നേരത്തെ സുജിയ അതിൻ്റെ വാദപ്രതിവാദങ്ങൾ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു നാളെ ഏതെങ്കിലുമൊക്കെ ഒരു പത്രം ഈ വാദപ്രതിവാദങ്ങളുടെ രസകരമാണത്, ട്രാൻസ്ലേഷൻ, അത് വളരെ രസകരം എന്നല്ല, വളരെ എഡ്യൂക്കേറ്റീവ് കൂടിയാണ്. നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ വാദപ്രതിവാദം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയും എക്സൈറ്റഡ് ആണ്. കാരണം അതെ, നമുക്കിപ്പോൾ ടെലിവിഷനിൽ അത് സാധ്യമല്ല, പക്ഷേ പ്രിന്റിലോ അല്ലെങ്കിൽ വെബിലോ ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇത്തരത്തിൽ സുപ്രീം കോടതി തന്നെ എക്സൈറ്റഡ് ആണ്. സുപ്രീം കോടതി പറഞ്ഞ ഇത്തരത്തിലുള്ള വിഷയം വരുന്നത് ആദ്യമായിട്ടാണ് എന്നാണ്. അത് ഞങ്ങൾ പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ സുപ്രീം കോടതി അതിനോട് വിമുഖത കാണിക്കുകയല്ല ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ വരേണ്ടതാണ്, സുപ്രീം കോടതിയിൽ ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ അവർ അതിനെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും ചുരുക്കം പറഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കമാണ് കേന്ദ്രം നടത്തുന്നത് എന്നുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള കേരളത്തിന്റെ വിമർശനം ഉണ്ടല്ലോ, അത് സ്ഥാപിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്സ് പറയുമ്പോൾ പറയുന്നുണ്ട് ലീഗൽ സൈഡിലേക്ക് വരുമെന്ന്. പൊളിറ്റിക്കലാണെന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയം അല്ല അവിടെ, അത് വളരെ വിശാലമായ രാഷ്ട്രീയ പ്രശ്നമാണ്. അത് ഫെഡറൽ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിശാലമായ രാഷ്ട്രീയ വിഷയമാണ്. അതിനകത്ത് നമ്മൾ CPM എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ BJP എന്നോ കാണരുത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എങ്ങനെ പരസ്പരം യോജിച്ച് മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണമാണ് നമുക്ക് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും കക്ഷി രാഷ്ട്രീയമാവും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറയും. നമുക്ക് ഇവിടെ നവകേരള യാത്രയുണ്ടായിരുന്നു, അത് ഈ കാര്യം പറയാൻ വേണ്ടിയാണ്. കേരളത്തിന് ദില്ലിയിൽ നടത്തിയിട്ടുള്ള സമരം, ഇന്ത്യ ബ്ലോക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമരം, അതും ഈ പറയുന്ന വിഷയത്തിലായിരുന്നു. മനുഷ്യച്ചങ്ങല DYFI സംഘടിപ്പിച്ചിട്ടുള്ളത് അതും ഈ വിഷയത്തിലായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിലൂടെയും ഈ വിഷയത്തിൽ കുറച്ചുകൂടി പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ LDFനും സംസ്ഥാന സർക്കാരിനും സാധിച്ചിരിക്കുന്നു. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പിണറായി വിജയൻ സർക്കാർ വിജയിച്ചിരിക്കുന്നു എന്നുള്ള. നോക്കി, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് വെറും കടമെടുക്കൽ പരിധിയുടെ കാര്യത്തിൽ മാത്രമാണ്. കേരളം ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല. നമുക്ക് 7 കൊല്ലം കൊണ്ട് 1,07,500 കോടിയുടെ കുറവുണ്ട് എന്നാണ് കേരളത്തിൻ്റെ കേസ്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെ ലൊക്കേഷൻ മാത്രമല്ല, വിടവ് നികത്താൻ അനുവദിക്കുന്ന ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, AMS അടക്കമുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു ഈ കേന്ദ്രാവഗണന മൂലം എന്ന് അടക്കമുള്ള നിരവധിയായ വിഷയങ്ങൾ കേരളം പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ തന്നെയും വിശ്വാസ്യത ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, കേരളത്തിൻ്റെ 3% കടമെടുപ്പ് പരിധി അത് ഭരണഘടനാനുസൃതമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ 3% കടമെടുപ്പ് പരിധിയിലുള്ള കടമെടുക്കാൻ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, IMFൻ്റെ കണക്ക് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ കടബാധ്യത എന്ന് പറയുന്നത്, IMF പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആകെയുള്ള വരുമാനം 100 രൂപയാണെങ്കിൽ 100 രൂപയേക്കാൾ അധികം കടമെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കടബാധ്യത എന്ന് പറയുന്നത് കേന്ദ്രത്തിന് എടുക്കാവുന്നതിൻ്റെ എത്രയോ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതും അടുത്ത ദിവസങ്ങളിൽ കേരളം ചൂണ്ടിക്കാണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു രാജ്യം എന്നുള്ള നിലയിൽ കേന്ദ്രത്തിന് അത് ഇന്ന് കോടതിയിൽ വന്നപ്പോൾ ഇക്കാര്യത്തിൽ സെന്ററിന്റെ ബോറോയിങ് ലിമിറ്റ് എത്രയാണ് എന്നുള്ളത് സിബൽ പറയുന്നുണ്ട്. 8 lakh crores ആണെന്ന് പറയുന്നു. അപ്പോൾ ASG സോളിസിറ്റർ ജനറൽ പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് തമ്മിലുള്ള വ്യത്യാസമാണ്, അതൊരു ആപ്പിളും ഓറഞ്ചും തമ്മിലുള്ള വ്യത്യാസം പോലെ എന്നാണ് ഇന്ന് കേന്ദ്രം കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. 205 ലക്ഷം കോടി, രാജ്യത്തിന്റെ മൊത്തം കടം $2.47 ട്രില്യൺ ആണ്. അതായത് 205 ലക്ഷം കോടി, അതായത് പൊതുകടം 100% കവിയുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് കേരളത്തിൻ്റെ കേസ്. അങ്ങനെയാണല്ലോ നമുക്കിപ്പോൾ ഈ റേറ്റിംഗ് ഏജൻസികളായ ഫിച്ച്, S&P, മൂഡീസ് ഇതിനൊക്കെ തന്നെയും നമ്മൾ
നെഗറ്റീവ് റേറ്റിംഗിലേക്ക് പോയിരിക്കുന്നത്. കേരളം അങ്ങനെയല്ല. കേരളം B++ ആണ്. ഡോക്ടർ അരുൺ ഇടപെടുന്ന നികേഷ് സാർ സംസാരിച്ചിരുന്നതുകൊണ്ടാണ് അങ്ങോട്ട് ഒരു കാര്യമുണ്ട്, ഞാൻ അരുണിലേക്ക് വരാം. ഒന്ന് പോയിക്കോട്ടെ. അല്ല വരാം. ഒരു രണ്ട് വരെയേ ഉള്ളൂ. അതായത് ഇതിനകത്ത് ഈ അലോസരപ്പെടുത്തുന്ന ഈ കേരളത്തെ സംബന്ധിച്ച് ഒരു മലയാളി എന്നുള്ള നിൽക്കുന്ന എന്നെ അലോസരപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വാദമുഖങ്ങളിൽ സംഭവിച്ചു. അത് പറയാം. ഒന്നാമത്തത്, ഈ കേരളത്തെ അവതരിപ്പിച്ചത് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുടെ എല്ലാം സാമ്പത്തിക ഭദ്രതയെ അട്ടിമറിക്കും വിധം മോശമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സാമ്പത്തികമായി കേരളം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധി ഒരു രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്ന് ഒരു അറ്റോർണി ജനറൽ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സംസ്ഥാന വിരുദ്ധമായൊരു കാര്യമാണ്. അത് വസ്തുതകൾക്ക് നിരക്കുന്നതുമല്ല. എന്ന് മാത്രമല്ല, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ട് എന്ന് അവിടെ പറയുന്നു, അറ്റോർണി ജനറൽ പറയുന്നു. അപ്പോൾ എന്താണ് ആ ഇൻറ്റൻഷൻ? ഒരു ആൻറ്റി കേരള നെറേറ്റീവ് ഉണ്ട് ഇക്കാര്യത്തിനകത്ത്. അത് അങ്ങനെ എളുപ്പത്തിൽ നമ്മൾ കീഴടങ്ങി കൊടുക്കേണ്ട ഒരു കാര്യമല്ല. മാത്രമല്ല 34,230 കോടി രൂപയുടെ കടമാണ് നമുക്കുള്ളത്. 34,230 കോടി രൂപയുടെ കടമെടുത്തിട്ടുള്ള ഒരു സംസ്ഥാനത്തെക്കുറിച്ചാണ് രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന സാമ്പത്തിക കെടുകാര്യസ്ഥതയിലേക്ക് സംസ്ഥാനം അല്ല ഈ പറയുന്ന ഈ വർഷത്തെ കടമെന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതൊന്ന്. രണ്ട്, അപ്പോൾ കോടതി എന്താ തിരിച്ചു ചോദിച്ചത്? സുപ്രീം കോടതി എന്താ തിരിച്ചു ചോദിച്ചത്? ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തിയല്ലേ, വലിയ ലോകത്തെവിടെയും നമ്മളെക്കുറിച്ച് നല്ല മതിപ്പല്ലേ? അങ്ങനെ വരുമ്പോൾ ഒരു സംസ്ഥാനത്തിലൊരു പ്രതിസന്ധി ഉണ്ടായാൽ അതിൽ ഇടപെടേണ്ടതല്ലേ, അവരെ സഹായിക്കേണ്ടതല്ലേ എന്നാണ് തിരിച്ചു ചോദിച്ചത്. അപ്പം ഇത്തരത്തിലൊരു നെറേറ്റീവ് രൂപപ്പെടുന്നത് നല്ലതല്ല. ഡോക്ടർ അരുൺ രണ്ട് കാര്യങ്ങളാണ് സുജയ. ഒന്ന്, ഇപ്പോൾ ഈ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു നിർത്തിയെടുത്തെന്ന് തുടങ്ങിയാൽ, ഇന്ന് സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥയെ കേന്ദ്ര സർക്കാർ വളരെ മോശമായ രീതിയിലാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആ കണക്കുകൾ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വരും. കേരളത്തിനിപ്പോൾ ഔദ്യോഗിക കണക്ക് പ്രകാരം 2.78 lakh crore 2.78 ലക്ഷം കോടിയാണ്. 3 ലക്ഷത്തോളം കോടി രൂപ കേരളത്തിന്റെ പൊതുകടം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് രാജ്യത്തിന്റെ പൊതുകടവുമായി തട്ടിച്ചു നോക്കിയാൽ നന്നേ ചെറുതുമാണ്. 205 ലക്ഷം കോടിയാണ് അവിടെ നിൽക്കുന്നത്. ഇന്ന് കപിൽ സിബൽ പറഞ്ഞതുപോലെ 8 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ മൊത്തം GSDP-യുടെ 3% കണക്കിലാക്കിയാൽ രാജ്യത്തിനെടുക്കാൻ കഴിയാവുന്ന കടം. അതിനും എത്രയോ ഇരട്ടിയിലധികമായി കഴിഞ്ഞിരിക്കുന്നു രാജ്യം കടമെടുക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, നമ്മളുടെ സംസ്ഥാനത്തിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 2.88% ആണ്. രാജ്യത്തിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിൽക്കുന്നത് 5.8%. അപ്പോൾ രാജ്യത്തിന്റെ ധനക്കമ്മിയും സംസ്ഥാനത്തിന്റെ ധനക്കമ്മിയും വെച്ച് നോക്കിയാൽ മെച്ചപ്പെട്ട റേഷ്യോ കാണിക്കുന്നത് കേരളത്തിൻ്റെതാണ്. അപ്പോൾ ദേശീയ ശരാശരിയേക്കാൾ മെച്ചപ്പെട്ട ഒരു ധനക്കമ്മി നമുക്കുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വസ്തുതകളാണ് ഇന്ന് കോടതിയിൽ വല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അക്കാര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാകുമെന്നാണ്. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? ഇതൊരു കേവലം കേരളത്തിന് കടമെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊരു പ്രശ്നം മാത്രമല്ല. ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നൊരു ആശയത്തെ അനിഹിലേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന രീതിയിൽ, അഥവാ സംസ്ഥാനങ്ങളുടെ ഓട്ടോണമിയെ പൂർണ്ണമായിട്ടും കില്ല് ചെയ്യുന്ന രീതിയിൽ, പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒറ്റക്കാര്യം ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്തിന് എത്ര വായ്പാ പരിധിയുണ്ട്? അത് ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മൊത്തം നമ്മളുടെ GSDP-യുടെ 3% ആയിരിക്കണം. അങ്ങനെയാണ് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കടമെടുക്കുന്നത്. അപ്പോൾ പിന്നെ ആരാണ് സ്റ്റേറ്റിന്റെ ഡെപ്റ്റിനെ തീരുമാനിക്കേണ്ടത്? സ്റ്റേറ്റിന്റെ ഡെപ്റ്റിനെ തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 246 പ്രകാരം 7th ഷെഡ്യൂൾ പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. അവിടെയാണ് സ്റ്റേറ്റിന്റെ എത്രയാണ് കടം എന്നുള്ളതിനെ തീരുമാനിക്കുന്നത്. ഇവിടെ എന്താ കേന്ദ്ര സർക്കാർ ചെയ്തതെന്നറിയാമോ? കിഫ്ബിയുടെ കാര്യത്തിൽ മാത്രമല്ല, പെൻഷൻ ഫണ്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, പബ്ലിക് അക്കൗണ്ട്സിൽ കിടക്കുന്ന പണം ഉണ്ടല്ലോ, പ്രൊവിഡന്റ് ഫണ്ടിന്റെ കണക്ക് കൂടി നമ്മുടെ സ്റ്റേറ്റിന്റെ ബോറോയിങ് ലിമിറ്റിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായി അത് സ്റ്റേറ്റിന്റെ ഒരു ഫിനാൻഷ്യൽ ഓട്ടോണമിയെ ബാധിക്കുന്ന വിഷയമാണ്. ഇതിന് പാർലമെന്റിന് ആരാണ് അധികാരം കൊടുത്തത്? പാർലമെന്റിന് അധികാരം നൽകാനാവില്ല എന്നതാണ് കേരളത്തിന്റെ വാദം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച്, സംസ്ഥാനത്തിന്റെ വായ്പയെ സംബന്ധിച്ച്, പബ്ലിക് ഡെറ്റ് ഓഫ് ദി സ്റ്റേറ്റിനെ സംബന്ധിച്ച് സ്റ്റേറ്റിന്റെ ലെജിസ്ലേച്ചറിനുള്ള കോമ്പിറ്റൻസിയെ പാർലമെന്റിന് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് FRBM ആക്ടിലെ ഭേദഗതി ഭരണഘടനാ ലംഘനമാണ് എന്ന് കോടതിയിൽ വാദിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ വിധി ഇന്ത്യയിൽ തന്നെ ഫിസ്ക്കൽ ഫെഡറലിസവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരുപക്ഷെ എസ്ആർ ബൊമ്മെ കേസിന് സമാനമായ രീതിയിൽ, ഞാൻ ആവർത്തിക്കുന്നു, എസ്ആർ ബൊമ്മെ കേസ് 1994 എങ്ങനെയാണോ ഫെഡറലിസത്തെ നിശ്ചയിച്ചത് അതുപോലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാൻ പോകുന്ന കേസാണ് കേരളം കൊടുത്തിരിക്കുന്ന ഈ ഹർജി. അതുകൊണ്ട് ആ വിധി ഭരണഘടനാപരമായി വളരെ പ്രധാനപ്പെട്ടതുമാകുന്നു. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം 30 സെക്കൻഡ്സിനുള്ളിൽ. പക്ഷേ ഇതുകൊണ്ടൊന്നും കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി അവസാനിക്കാൻ പോകുന്നില്ല. നമുക്കിപ്പോൾ ലഭിക്കാൻ പോകുന്ന 13,000 ഒരുപക്ഷെ 11,000 കോടി കൂടി കിട്ടിയാൽ ഒരുപക്ഷെ 6 മാസത്തെ കുടിശ്ശിക നമുക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കും പെൻഷന്റെ കാര്യത്തിൽ. പക്ഷേ അപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏകദേശം 26,000 കോടിയോളം ഉണ്ട്. കുടിശ്ശികയടക്കം ആരോഗ്യ ഇൻഷുറൻസ് അടക്കം വിവിധ മേഖലകളിലായിട്ടുള്ള കുടിശ്ശിക സംസ്ഥാനത്തിൽ കൊടുത്തു തീർക്കാനുണ്ട്. അതിന് 26,000 കോടി രൂപയോളം വേണം. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രം വഴങ്ങും. സുപ്രീം കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടാവും. ഒരുപക്ഷെ 24,000 കോടിയിലേക്ക് 13,000 എന്നുള്ളതിൽ 11,000 കോടി കൂടെ കൂട്ടി 24,000 കോടിയുടെ വായ്പാ പരിധി കേരളത്തിന് അനുവദിക്കുമെന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ കേരളം പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്ന് കേരളത്തിന് ഇപ്പോൾ പറയാം. ഓക്കെ, വ്യക്തമാണ് ഡോക്ടർ അരുൺ. എനി അതർ കമന്റ്സ്? അപ്പോൾ നമുക്ക് ഇതിന്റെ എന്താണ് ഇന്ന് 4 പേരും പറഞ്ഞിരിക്കുന്ന ഉത്തരവെന്ന് നോക്കാം. വിധി കേന്ദ്രത്തിന് തിരിച്ചടിയോ എന്ന ചോദ്യത്തിന് 3 പേർ യെസ് എന്നും ഒരാൾ അല്ല എന്നും. ഞാനാണ് അല്ല എന്ന് പറഞ്ഞത്. തിരിച്ചടിയല്ല, തിരിച്ചടി ഒരു നെഗോഷിയേഷനിലേക്ക് പോകാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തിരിച്ചടി ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്ന് പറയാൻ കഴിയില്ല. കേരളത്തിന് ആശ്വാസമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.